അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പായസമായിട്ടാണ്. പായസം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണല്ലേ വരുന്നത്. ഹജ്ജ് പെരുന്നാൾ, നോമ്പ്, പിന്നെ അതുപോലെ ഓണം ഒക്കെ അല്ലേ വരുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സേമിയ പായസമാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നായിരിക്കും ഈ സേമിയ പായസം. പിന്നെ അതുപോലെ ഉണ്ടാക്കാനും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഈ സേമിയ പായസത്തിനെ ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് കുറച്ച് കളറും ടേസ്റ്റും ഒക്കെ മാറ്റമുണ്ട്. അപ്പം പേരും കൂടെ ചെറുതായിട്ടൊന്നങ്ങ് മാറി കാരമൽ സേമിയ പായസമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പം സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ ഫുൾ വീഡിയോ കാണാനായിട്ട് മൈമൻസ് കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോഴൊക്കെയും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്, വറുത്തെടുക്കാത്ത സേമിയാണ്. അപ്പോൾ ഇതിന് ഒന്ന് വറുത്തെടുക്കണം. ഇതല്ലാതെ വറുത്തിട്ടുള്ള സേമിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ പിന്നെ അത് പ്രത്യേകിച്ച് ഇനി വറുത്തെടുക്കണം എന്നില്ല. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ ഒരു ടീ കപ്പിലാണ് അളന്നെടുത്തത്. അപ്പം 240 ml ടീ കപ്പാണിത്. അപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബദാം ഇവ മൂന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ബദാം ഞാനിപ്പം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം ചവ്വരി എടുത്തിട്ടുണ്ട്. സാബുദാന റൈസ് എന്ന് പറയും, ചവ്വരി എന്ന് നമ്മളിവിടെ പറയും. അപ്പോൾ അത് ചെറിയ ചെറിയ ബോൾസാണ്, അത് ഒരു 1/4 കപ്പ് വേണം. പിന്നെ ആ ഒരു പാക്കറ്റിലുള്ള സേമിയ എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു കപ്പിലും കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു 1/4 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അപ്പം 1.25 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇത് 1/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാനാണ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു കളറും ടേസ്റ്റും കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് പഞ്ചസാര നമുക്ക് സാധാരണ ഷുഗർ എത്ര അളവ് വേണോ അതിന് കണക്കായിട്ട് ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് പാലാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ലൈഫിൻ്റെ ഒരു റിച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പാലും ഞാനിപ്പം കപ്പളവിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് എത്രയാണ് എടുക്കുന്നത് എന്നുള്ളത് അന്നേരം കാണാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചവ്വരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം ചവര് വേവിക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്നങ്ങ് കഴുകിയെടുക്കാം. കൈകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് സാധാരണ നമ്മൾ അരിയൊന്നും കഴുകിയെടുക്കുന്ന പോലെ കഴുകിയെടുക്കണ്ട, അത് പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് വെള്ളം ഇട്ട് ഒന്നങ്ങ് കുലുക്കി അങ്ങ് കഴുകിയെടുത്താൽ മതി. 1-2 വെള്ളത്തിൽ കഴുകിയെടുക്കാം. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ്സോളം വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പം ഇത് വേവുന്നതിനനുസരിച്ചിട്ട് ഇത് നന്നായിട്ട് കട്ടയായിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു ഏകദേശം ഒരു 1/4 വേവ് ആയാൽ മതി. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോൾ, പായസം ഉണ്ടാക്കുമ്പം ലാസ്റ്റ് അങ്ങ് വെന്തോടും. ഇതിപ്പം ചവരി ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒരു 1/4 വേവ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചവരി ചെയ്തതിന് ശേഷമേ അടുത്ത പാർട്ടിലേക്ക് പോകുന്നുള്ളൂ. കാരണം ഇതിവിടെ വെച്ചിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ പോയാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകുമോ അല്ലെങ്കിൽ അടി പിടിക്കുമോ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഓരോന്നും മെല്ലെ മെല്ലെ ചെയ്ത് പോവാം. ഇതൊന്നും അത്ര വലിയ സമയം എടുക്കുന്ന പണിയുമല്ല. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ നല്ല പായസം കിട്ടുകയും ചെയ്യും. അപ്പം പിന്നെ മെല്ലെ സമാധാനത്തിൽ ചെയ്യാം. ചവരി ഇപ്പം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് സേമിയ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഗീ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗീ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ആദ്യം ഞാനിപ്പം നട്ട്സ് ഇട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ നട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കിയിട്ട് പായസത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3 ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമും. വേണമെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് അങ്ങനെ അങ്ങ് വറുത്തെടുക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, 3 ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് കിസ്മിസ് ഒന്നങ്ങ് വീർത്ത് വന്നാൽ അതങ്ങ് കോരി മാറ്റും. അപ്പോഴേക്കും അണ്ടിപ്പരിപ്പും ബദാമും ഒന്നങ്ങ് കളർ മാറിയിട്ടും ഉണ്ടാവും. അങ്ങനെ നട്ട്സ് ഇപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതേ സെയിം പാത്രത്തിൽ തന്നെ ഞാനിപ്പം സേമിയ കൂടെ ഇട്ടിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കൂടുതൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റ് ചെയ്യുമ്പം ഒരുപാടങ്ങ് കളറായി പോകരുത്. അപ്പം നമ്മുടെ പായസം പിന്നെ മൊത്തത്തിലങ്ങ് കൊളായിപ്പോവും. അപ്പോൾ ചെയ്യേണ്ടത് ഈ യെലോയിഷ് കളറിൽ നിന്നും ജസ്റ്റ് ഒന്നങ്ങ് കളർ മാറി വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ഇതേപോലെ തന്നെ പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതെടുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ
റോസ്റ്റ് ചെയ്യാത്ത സേമിയ വാങ്ങിയിട്ട് നമ്മൾ തന്നെ റോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്കിതുവരെ തോന്നിയത്. ഞാൻ പായസം ഉണ്ടാക്കിയപ്പോഴും കുടിച്ചപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങളെല്ലാം അങ്ങനെയാണോ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തത് വാങ്ങിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് സേമിയ പായസം ഉണ്ടാക്കുമ്പം ഇടയ്ക്കൊക്കെ കലങ്ങിപ്പോയ പോലെയൊക്കെ ഉണ്ടാവും, വെന്ത് പോയ പോലെയൊക്കെ തോന്നാറുണ്ട്. വെന്തടിഞ്ഞ പോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് പായസം കുടിച്ചാൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അങ്ങനെ ലൈറ്റായിട്ട് കളറ് മാറിയപ്പം ഞാനിപ്പം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് സമയം വെച്ചപ്പോഴേക്കും നന്നായിട്ടൊന്ന് കളറ് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അപ്പം സെയിം പാത്രം ഞാനിപ്പം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. എണ്ണമയമൊക്കെ ഉണ്ടാകുമ്പം കാരമലായി കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല, കാരമലിനായിട്ട് മാറ്റി വെച്ചിട്ടില്ല 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കാരമലാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒന്ന് ഈസി മെത്തേഡ് ഉണ്ട്, ഒന്ന് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണിയുമാണ്. ഞാനിപ്പം എന്താ ചെയ്തതെന്നോ 1/4 കപ്പ് പഞ്ചസാരൻ്റെ കൂടെ ഒന്നുകൂടെ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പായസം കുറച്ചൊന്ന് കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നിങ്ങനെ ആ പാത്രത്തിൽ വിടർത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഉരുകിയിട്ട് ആ പഞ്ചസാര മെൽറ്റായി വരുന്നതിനനുസരിച്ചിട്ട് കാരമലാവണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. എന്ന് വെച്ചാൽ മെൽറ്റാവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിലേക്ക് 2 ടീസ്പൂണോളം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്നങ്ങ് അലിഞ്ഞ് വരും. അലിഞ്ഞ് വന്നിട്ട് പിന്നെ അത് കിടന്നിട്ട് കളറായി അങ്ങനെ ബ്രൗൺ കളറായി വന്നോളും. അപ്പോൾ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായിട്ട് അങ്ങനെ അങ്ങ് കാരമലായി വന്നോളും. അപ്പോൾ ഇങ്ങനെ പഞ്ചസാരയിലേക്ക് ഇപ്പോൾ വെള്ളം ഇട്ട് കൊടുത്തപ്പം കണ്ടോ കുറച്ചൊന്ന് കട്ട പിടിച്ച പോലെ. അതൊന്നും കാണുമ്പം അയ്യോ ഇതെനിക്ക് ശരിയാവുമോ എന്നുള്ള ടെൻഷനൊന്നും ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കട്ട പിടിച്ച പോലെ ആയിട്ട് പിന്നെ അതങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പം മെൽറ്റായിക്കോടും, പിന്നെ അത് കളർ മാറി വന്നോളും. അപ്പോൾ ഇതൊന്നും ചെയ്യുമ്പോൾ വേറൊരു പണിയിലേക്ക് ഇത് ഇട്ടേച്ചിട്ട് അങ്ങ് പോകരുത്. അപ്പം പിന്നെ ഇത് കരിഞ്ഞൊരു പണിയാവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പം ഇത് തന്നെ ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിപ്പം കണ്ടോ കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്, മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പം ഞാനിപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഈ തീ വെച്ചിട്ടുള്ളത്. ഇതിപ്പം നന്നായിട്ട് ഉരുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പം കളർ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 2-3 മിനിറ്റ് അങ്ങനെ വെക്കാം. അപ്പോഴേക്കും കുറച്ചൊന്ന് കളർ വരും. ഇതിപ്പോൾ കണ്ടോ കളറ് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായി ലോ ആക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചത്. വേണമെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് വെള്ളമായാലും ഒഴിച്ചു കൊടുക്കുമ്പം ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കെയർഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂടായ കാരമലിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം ആവി മേലോട്ട് വന്നിട്ട് കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം ആവി എന്തായാലും ഇത് ആ ഒരു പദം അടങ്ങുന്നത് വരെ ആ ഒരു കാരമൽ വെള്ളത്തിലങ്ങ് നന്നായിട്ട് അലിയുന്നത് വരെ ആവി മേലോട്ടേക്ക് വരും. അപ്പം കൈയൊക്കെ പൊള്ളും എന്തായാലും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വലിയൊരു തവിയെടുത്തിട്ട് വലിയൊരു തണ്ടുള്ള തവിയെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് അലിയിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കട്ടയായി പോകാതിരിക്കാൻ. കാരമൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ കട്ടയായി പോകും. അപ്പോൾ അങ്ങനെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. അപ്പം ഇതിപ്പം ചിലപ്പം കട്ട പോലെയൊക്കെ കാണും. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുമ്പം അത് മെൽറ്റായിക്കോളും. അങ്ങനെ ഇപ്പം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ലോ ആക്കി തന്നെയാണുള്ളത്. അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം സേമിയ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് പാലെടുത്തത്. 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/4 കപ്പ് സേമിയ എടുത്തതിലേക്ക് 2.5 കപ്പ് പാലിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പം റിച്ച് മിൽക്ക് ആയതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് ലാസ്റ്റ് വരെ നമുക്ക് പാലെന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ അങ്ങ് ചേർത്ത് കൊടുക്കാം. സേമിയ ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 വേവ് മാത്രമേ ആയിട്ടുണ്ടാവും. ഇനി ഈ പാലിൽ കടന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. സേമിയ ഇടുന്നതിന് മുമ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. അപ്പം സേമിയയുടെ വേവ് അവിടെ മരവിച്ചു പോകും. സേമിയ പിന്നെ വേവാതാവും. അപ്പം സേമിയ ഇട്ടിട്ട് ഒന്നങ്ങ് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവൂ.
ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് സേമിയ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടണം. എന്നിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അതേപോലെ തന്നെ പഞ്ചസാര ചേർത്തതിന് ശേഷം മാത്രമേ ഞാനിപ്പം ചവ്വരിയും കൂടെ ഇടുന്നുള്ളൂ. കാരണം ചവ്വരി ഇട്ട് കഴിഞ്ഞാൽ ഈ പായസം കുറച്ചുകൂടെ അങ്ങ് തിക്കാവും. അപ്പം ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു, അതല്ലേ നല്ലത്. ഇനി ഇതിലേക്ക് എല്ലാം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാര തന്നെ, പഞ്ചസാരൻ്റെ സിറപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നേരത്തെ ഞാൻ എടുത്തു വെച്ച പഞ്ചസാര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ടങ്ങ് അലിയിച്ചെടുത്ത്, പച്ചവെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സ് ആയിക്കോളുമല്ലോ. മറ്റേതാകുമ്പം കുറച്ച് സമയം എടുക്കുമല്ലോ ഒന്ന് മെൽറ്റായി കിട്ടാനൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര നമ്മൾ എത്ര വലിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും പാക്കറ്റായിട്ട് വാങ്ങിയാലും അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ഒന്നങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഒന്നങ്ങ് സിറപ്പാക്കി എടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പം ചവ്വരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം കുറച്ചങ്ങ് കട്ടിയാവും. കാരണം ചവ്വരി ഓൾറെഡി ഒരു എന്താ പറയുക, ഒരു തിക്കാവുന്ന സാധനമാണ്, കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടുന്ന സാധനമാണ്. ഇനി 1-2 തള വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പം നന്നായിട്ട് തിളച്ചിട്ട് ഈ പാല് കൂടുതലായിട്ട് കുറുകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചൂടുള്ള പാലങ്ങ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് കൂടുതൽ പാലങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് അന്നേരം ചേർക്കാൻ അത് വിട്ടുപോയിട്ടുണ്ട്, ഞാൻ പിന്നെ അത് ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കാണിക്കാനും പറ്റിയില്ല. അപ്പം എല്ലാം കൂടെ ഇപ്പം നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. പായസം ഇപ്പം റെഡി ആയിട്ടുണ്ട്. സേമിയയും അതുപോലെ തന്നെ ചവ്വരിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്വീറ്റ് ഉണ്ട്. പിന്നെ ചിലർക്ക് പായസം ഒരുപാട് മധുരത്തോടെ കുടിക്കാനാണ് ഇഷ്ടം, ചിലർക്കൊരു കുറച്ച് മധുരം മതിയാവും. അപ്പം മധുരം വേണമെന്നുള്ളവർ ആ സമയത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ പായസം ഇതേപോലെ കുറച്ച് ലൂസായിട്ട് ചായയൊക്കെ കുടിക്കുന്ന പോലെ ഗ്ലാസ്സിൽ അങ്ങനെ അങ്ങ് കുടിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് സ്പൂൺ കൊണ്ട് കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടൈറ്റായിട്ട്, അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. അങ്ങനെ നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം അങ്ങനെ ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെക്കുമ്പോഴേക്കും കുറച്ചുകൂടെ അങ്ങ് തിക്കാവും, ഒന്നങ്ങ് ടൈറ്റാവും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അതിലേക്ക് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള സമയത്ത് പായസത്തിലേക്ക് ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചിട്ട് മിക്സ് ആക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സേമിയ പായസം ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ ഇത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ കുടിക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുടിക്കാം. തണുപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്വീറ്റ് ഇപ്പോൾ ഉള്ളതിൽ നിന്നും സ്വീറ്റ് കുറച്ച് കുറയും. അപ്പോൾ നമ്മൾ അങ്ങനെ വേണമെന്നുള്ളവർ ആദ്യമേ കുറച്ചങ്ങ് സ്വീറ്റ് കൂടുതൽ ഇട്ട് കൊടുക്കാം, എന്നിട്ട് തണുപ്പിച്ച് കുടിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ സേമിയ പായസം. അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ഉണ്ടാക്കുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ്. പിന്നെ ഒരു കോൺഫിഡൻസ് ആണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. അതേപോലെ ഉണ്ടാക്കിയതാണ് മാംഗോ ഇട്ടിട്ട് സേമിയ പായസം, മാംഗോ വെർമിസെല്ലി ഖീർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാനന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറേ മുമ്പ് ഫേസ്ബുക്കിൽ പേജിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു റിട്ടേൺ റെസിപ്പി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും മറക്കരുത്. പ്രത്യേകിച്ചും ഇപ്പം ഓണം, നോമ്പ്, പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അല്ലാതെയും നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കി നോക്കാമല്ലോ. ഈസിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടോ പണിയോ ഒന്നുമില്ല. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ടൈം മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൺ. താങ്ക് യു.